ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ സൺറൈസ്. അപ്പോൾ കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന് മുന്നേ ചെയ്ത മോസ്റ്റ്ലി എല്ലാതും വ്ളോഗിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, ഇൻസിഡൻസ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ കാര്യം ഞാനിപ്പോൾ ഒരു 8-9 വർഷം ഞാനൊരു കോർപ്പറേറ്റ് ലൈഫിൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പെട്ടുപോകും. എനിക്കിനൊരു പിടുത്തില്ല. ഞാൻ എന്തോ ചെയ്യുന്നു, ആർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, അത് വിടുക, അത് വേറെ ദുരന്തമാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ എൻ്റെ സെക്കൻഡ് കമ്പനി ആയിരുന്നു. ഫസ്റ്റ് കമ്പനിയുടെ വലിയ ദുരന്തമാണ് ഞാൻ പിന്നെ പറഞ്ഞത്. ഇത് ചെറിയ ദുരന്തം. സെക്കൻഡ് കമ്പനിയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ദിവസം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ആകെ ടെൻഷനാണ്. ഞാൻ ഇങ്ങനെ ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് ഓരോന്ന്. പെട്ടെന്ന് ക്യാബിൻ്റെ വാതിൽ തുറന്നിട്ട് ഒരാൾ അകത്തേക്ക് വന്നു. എന്നോട് ചോദിക്കുകയാണ് ഹായ്. ഞാൻ പറഞ്ഞു ഹായ്. അത് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ സ്റ്റേറ്റസ് ഓഫ് പിം ആൻഡ് പാം ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗോവ, ഞാൻ പെട്ടുട്ടാ. ഞാൻ ആലോചിക്കുകയാണ് എന്താണ് ഈ പിം, എന്താണ് പാൻ, എന്ത് തേങ്ങയാണ് ഇയാൾ പറയേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു പക്ഷെ നമ്മുടെ ഒരു വജ്രായതുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് സർ ഐ എം എ ന്യൂ ജോയിനി, അപ്പോൾ എനിക്ക് വലിയ പിടുത്തല്ല. അപ്പോൾ രക്ഷപ്പെട്ടു, അയാൾ പോയി. ഓക്കെ, അയാൾ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം, പക്ഷേ പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ഫൈൻ, അയാൾ പോയി കേട്ടോ. അയാൾ 10 മിനിറ്റ് ശേഷം നമ്മുടെ മാനേജർ സാർ ഇങ്ങനെ വരികയാണ്, ഇവിടെ വന്നിരുന്നു. അയാളുടെ പേര് പ്രദീപ്, മഹാരാഷ്ട്രനാണ്, പരമനാറി. അപ്പോൾ അയാൾ അവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു സർ एक बंदा आया था. ഞാൻ പറഞ്ഞു സർ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അയാൾ बंदा सीजन, ये बंदा क्या होता है? So सीजन you are in office, right? Have some professional environment, have some professional attitude. What is this banda? How can you call someone banda? Seriously, you can call him, you can address him sir, right? പെട്ടല്ലേ ഈശ്വര. ഞാൻ ആ ഒരു ടെൻഷനിൽ നിന്ന് പോയി. ഞാനിപ്പോൾ എന്താ റിയാക്ട് ചെയ്യണത് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് സർ, സോറി എക് സർ ആയാ ഓക്കെ. അപ്പോൾ ആൾ വെച്ചു യെസ് ഹാ ബോലിയെ ക്യാ ഹുവാ. ഞാൻ പറഞ്ഞു സർ അത് പിം പാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേറ്റസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ വാട്ട് ഇസ് നെയിം. സർ പേര് ചോദിച്ചില്ല, ഐ എം സോറി, പേര് ചോദിച്ചില്ല. അയാൾ പോയി. ഓക്കെ, എന്നിട്ട് അയാൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇത് പറയണം ഒരു ടക്ലു താക്യാ. അതായത് ആ മൊട്ടത്താഴനായിരുന്നു എന്ന്. ഞാൻ എനിക്കാണ് ദൈവം ഇയാൾ എന്ത് ദുരന്താണ് എങ്ങനെ. ഇതിനും വേറെ ഞാൻ പറഞ്ഞ ബന്ധം തന്നെ ആയിരുന്നില്ലേ. ഇയാൾക്ക് ഒരു വിവരമില്ല. ഇയാളാണോ ഇതിനു മുന്നേ എനിക്ക് ക്ലാസ് എടുത്തത്? ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ, ഇങ്ങനെ ഓരോ ടൈപ്പ് ആൾക്കാർ, ഇങ്ങനത്തെ എത്ര ആൾക്കാർ നമ്മൾ ഡെയിലി കാണുന്ന ഒരു ഓഫീസിൽ, കോർപ്പറേറ്റ് ലൈഫിൽ. അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ നാറിയായിട്ട് നിങ്ങൾ ഇടപെട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പ്രദീപായിട്ട് പിന്നെ കുറേ വേറെ ഇൻസിഡൻസ് നമുക്ക് പലതും പറയാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് കാണാം. ഓക്കെ, ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.